Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ബികോം BBA സ്റ്റുഡൻസിന്റെ 5 പേപ്പേഴ്സിന്റെയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ QT പേപ്പർ ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻസും അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് 4 സെമസ്റ്ററിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. 4 സെമസ്റ്ററിലെ ബികോം BBA സ്റ്റുഡൻസിനുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QTയും കോസ്റ്റ് അക്കൗണ്ടിങ്ങും, BBA സ്റ്റുഡൻസിനാണെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് പാർട്ട് ബിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ളത്, QT പേപ്പർ ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ, എസ്പെഷ്യലി ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ പാർട്ട് ബി കുറച്ചൊരു ടഫസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയസ്റ്റ് പ്രോബ്ലംസ് ആയിട്ടുള്ള കോറിലേഷൻ റിഗ്രഷൻ, ഇതിൽ നിന്നുള്ള 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 1-2 വർഷങ്ങളായിട്ട് കുറവാണ് വരുന്നത്. അതിന് പകരം തിയറി ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട് പാർട്ട് ബിയിൽ. പാർട്ട് സി ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതാണ്. ബട്ട് പാർട്ട് ബി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 2 വർഷങ്ങളായിട്ട് തിയറിയുടെ പെർസെൻറ്റേജ് എന്ന് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ തിയറിയിൽ 3 ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഉണ്ടാവാറുള്ളതിന് പകരം അല്ലേ ഒരു 2 കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രോബ്ലം ഇല്ല എന്നല്ല, പ്രോബ്ലം ഉണ്ട്. ബട്ട് അത് കുറച്ചൊരു പ്രോബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, നമ്മൾ സാധാരണ കോറിലേഷൻ റിഗ്രഷൻ്റെ ഒക്കെ പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് പാർട്ട് ബിയിൽ. അത് 2 വർഷങ്ങളായിട്ട് അവർ ഇട്ടിട്ടില്ല. ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. സോ അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ്. നമ്പർ 1, ആപ്ലിക്കേഷൻ ഓഫ് QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്. നിർബന്ധമായി നോക്കിയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി പരമാവധി നോക്കണം, അതൊരു ചോദ്യം. അതുപോലെ തന്നെ ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് QT. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അതിൻ്റെ യൂസസ് ഉണ്ട്. ഇതൊക്കെ റിപ്പീറ്റായിട്ട് നമുക്ക് ഈ പറയുന്ന 5 മാർക്കിൻ്റെ കാണാറുള്ളതാണ്. അപ്പം ഇതൊക്കെ നോക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ, നേച്ചർ, ഫങ്ഷൻസ്, യൂസസ്, അതിൻ്റെ ലിമിറ്റേഷൻസ് പലപ്പോഴും 2 മാർക്കിൻ്റെ വരാറ്. എന്നാലും നമുക്കത് പ്രതീക്ഷിക്കാം. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. മൂവിങ് ടു നെക്സ്റ്റ്, പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കി വയ്ക്കുക, പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം. ഇതിൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം പ്രോബ്ലം. ഓക്കെ, പ്രോബിലിറ്റി പ്രോബ്ലം എന്തായാലും പഠിക്കണം. ഡിസ്ട്രിബ്യൂഷനാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നിന്നുള്ള ഒരു തിയറിയും ഒരു പ്രോബ്ലവും മിക്കതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാദ്യം തന്നെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആവാം, അതല്ലെങ്കിൽ പോയിസോൺ ആവാം. 3 നോക്കണം കേട്ടോ. പോയിസോൺ ആവാം, അതല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവാം. ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും
പ്രോപ്പർട്ടീസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. പ്രോപ്പർട്ടീസ് അതിൻ്റെ അസംഷൻസ് ഫീച്ചേഴ്സ് ഇല്ലേ നിർബന്ധമായും നോക്കിയിരിക്കണം. ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് പ്രോബ്ലംസ് ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അത് കൂടുതൽ കണ്ടുവരുന്നത് ബൈനോമിയലോ പോയിസോണോ. കഴിഞ്ഞ പ്രാവശ്യം പോയിസോണോ ആയിരുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞു എന്താണ് ബൈനോമിയലോ അല്ലെങ്കിൽ പോയിസോണോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് പോയിസോണാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് വളരെ കുറച്ച് പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോഴുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോയിസോണിൻ്റെ പ്രോബ്ലം വരാം, അല്ലെങ്കിൽ ബൈനോമിയലിൻ്റെ 5 മാർക്കിൻ്റെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി ബേസിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി പ്രോബിലിറ്റിയുടെ പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തിയറിയും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബിലിറ്റി ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അതല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറിയും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബബിലിറ്റിയുടെ തിയറിയും പ്രതീക്ഷിക്കാം. പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ അതിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. ഇപ്പോൾ അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി അങ്ങനെ എടുത്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഓക്സിമാറ്റിക് റൂൾ ഉണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കണം, അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് എടുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ക്ലാസിഫിക്കേഷനും ചോദിക്കാം. തിയറി എന്തായാലും നോക്കി വയ്ക്കുക, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് അതൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി റിഗ്രഷനിൽ നിന്ന് നമ്മൾ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നതാണ്. ബട്ട് ഒരു പ്രാവശ്യം അതിൻ്റെ റിഗ്രഷൻ്റെ തിയറിയും ചോദിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ്, വളരെ ഈസിയാണ് അതൊക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഫിഷ്യൻ അതിൻ്റെ തിയറി അതും നോക്കിയിരിക്കണം. റിഗ്രഷൻ കോഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് തിയറി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയണ കോറിലേഷൻ്റെയും തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ. അതും നോക്കിയിരിക്കണം കേട്ടോ. അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ തിയറി നോക്കിയിരിക്കണം. ഇനി പറയാനുള്ളത് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് റിഗ്രഷൻ്റെയും കോറിലേഷൻ്റെയും പ്രോബ്ലംസ് 5 മാർക്കിൻ്റെ ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിഗ്രഷൻ്റെയോ കോറിലേഷൻ്റെയോ ഒരു പ്രോബ്ലം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇടാറുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ മെൻഷൻ ചെയ്യണു എന്ന് വെച്ചിട്ട് നോക്കാണ്ടിരിക്കരുത്. അതിൻ്റെ പ്രോബ്ലവും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ കോറിലേഷൻ്റെയും റിഗ്രഷൻ്റെയും ഞാൻ അതും കൂടി മെൻഷൻ ചെയ്യുന്നു. പ്രോബ്ലം ഇവിടെയും പ്രോബ്ലം എസ്പെഷ്യലി 5 മാർക്കിൻ്റെ ആദ്യമൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും തന്നിട്ട് റിഗ്രഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ലാസ്റ്റ് 2 years ആയിട്ട് അവർ തിയറിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം സ്കാറ്റർ ഡയഗ്രാം. ഒന്നെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ അത് തിയറി ആയിട്ടും ഇടുന്നുണ്ട്. സ്കാറ്റർ ഡയഗ്രാം എന്താണ് അതിൻ്റെ മെറിറ്റ്സ് തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായും അതും നോക്കി വയ്ക്കുക. വളരെ ഈസിയാണ് ഇതൊക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ നമ്മൾ പ്രോബ്ലം ഉണ്ട്. ബട്ട് അതിൻ്റെ ആ മെത്തേഡിൻ്റെ മെറിറ്റ്സ് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം തിയറിയും ചോദിച്ചിട്ടുണ്ട്. കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിൻ്റെ മെറിറ്റ്സ് തിയറി ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നോക്കി വയ്ക്കുക. ഇനി നമുക്കറിയാം ലാസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ നമുക്ക് LPP ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ്. സോ അതിൻ്റെ LPP എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സും തിയറി ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നോക്കിയിരിക്കണം. അത് വളരെ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സിൽ LPP ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, അത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ LPPയിൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ, പാർട്ട് ബിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ക്യൂട്ടീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത് പ്രോബിലിറ്റിയുടെ ബേസിക് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷനോ പ്രോബിലിറ്റി ഏതെങ്കിലും ഒരു റൂൾ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഓക്സിമാറ്റിക് അങ്ങനെ പലതില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ വരാം. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോപ്പർട്ടി അസംഷൻ അതിൻ്റെ തിയറി. ദെൻ
അതിൻ്റെ പ്രോബ്ലം ബൈനോമിയലോ അതല്ലെങ്കിൽ പോയിസോണോ ആണ് കൂടുതൽ കണ്ടുവരുന്നത്. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ 2 വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള റിഗ്രഷൻ്റെയും കോറിലേഷൻ്റെയും പ്രോബ്ലം ഇടുന്നതിന് പകരം അവരതിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് വീണ്ടും ചോദിക്കില്ല എന്നല്ല, നിങ്ങളതിൻ്റെ പ്രോബ്ലം നോക്കിയിരിക്കണം. വരാറുള്ളതാണ് ആദ്യം, ലാസ്റ്റ് 2 years ആയിട്ട് ചോദിച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി സ്കാറ്റർ ഡയഗ്രാമിൻ്റെ മെറിറ്റ്സ് തിയറിക്ക് ചോദിച്ചിട്ടുണ്ട്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലം ആദ്യം ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിൻ്റെ തിയറിയും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വയ്ക്കുക. പിന്നെ LPPയുടെ സ്റ്റെപ്സ് തിയറി ആയിട്ട് കണ്ടുവന്നുള്ളതാണ്, അത് നോക്കാം. പിന്നെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് ബിയിൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണ് പാർട്ട് ബി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ QT BComൻ്റെ 3 പാർട്ടിലുള്ള മൂന്ന് പാർട്ടിലുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കിയുള്ള തിയറി പേപ്പേഴ്സിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യണം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.